ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കബീർ ദാസിൻ്റെ ദോഹകളാണ്. അപ്പം ഇത് ജസ്റ്റ് കബീർ ദാസിനെ കുറിച്ചുള്ള ചെറിയ ഇൻട്രൊഡക്ഷനാണ്. ജസ്റ്റ് ഇതൊന്ന് വായിച്ച് വെക്കുക. നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻസ് ഒന്നും അങ്ങനെ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സാഹിത്യത്തിൽ നല്ല ഒരു ഹിന്ദി സാഹിത്യത്തിൽ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട് ഈ പ്രൊഫൈലൊക്കെ ബൈ ഹാർട്ട് പഠിക്കുന്നവരെ. നമ്മൾ അങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എന്താണെന്ന് മാത്രം അറിഞ്ഞു വെക്കുക. പുള്ളിക്കാരൻ എന്തെങ്കിലും രണ്ട് വർക്കും അറിഞ്ഞു വെക്കുക. ഇത്രയാണ് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്. അപ്പം നമുക്ക് ആദ്യത്തെ നോക്കാം. സാധു സിപ് സമുദ് കെ സദ്ഗുരു സ്വാതി ബൂത്ത് തൃഷ ഗൈ ഈക് ബൂത്ത് സെ ക്യോംലി കരി സമുദ്. ഇതിൽ പറയുന്നത് സാധു ഔർ സിപ് കാ ഉദാഹरण. കബീർദാസ് ജി കഹത്താ ഹെ സച്ചേ സാധു ലോഗ് സിപ് കെ സമാൻ ഹോത്താ ഹെ. കബീർദാസ് പറയുന്നു, സത്യസന്ധരായ സന്യാസിമാർ കടലിലെ ചിപ്പി പോലെയാണ്. നല്ല സന്യാസികൾ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാണ്. जैसे एक सिप सागर के बीच में होते हुए भी सिर्फ स्वाति नक्षत्र में गिरी बूंद को ही अपने अंदर ग्रहण करती है. കടലിന് നടുവിൽ ജീവിച്ചാലും ചിപ്പി സ്വാതി നക്ഷത്രത്തിൽ വീഴുന്ന മഴത്തുള്ളി മാത്രമേ സ്വീകരിക്കൂ. നല്ല ആത്മാക്കൾക്ക് പ്രത്യേകമായ സത്യജ്ഞാനമാണ് വേണ്ടത്. ഉസേ സാഗർ കെ പാനി സെ കുച്ച് ലേനെ ദേനെ നെഹീം ഹോത്ത. കടലിലെ സാധാരണ വെള്ളവുമായി അതിന് ബന്ധമില്ല. ലോകത്തിലെ മായയും ആകർഷണങ്ങളെയും അവരെ ബാധിക്കില്ല. വൈസേ ഹി സാധു ലോകം കോ സിപ് പാനോ. അതുപോലെ സന്യാസിമാരെയും ചിപ്പി പോലെ കാണണം. അവർ ലോകമോഹങ്ങളിൽ വീഴാറില്ല. വഹ് ബി ചാരോം തരഫ് ഫൈലി മായ സെ ആകർഷിത് നെഹീം ഹോത്തെ. ചുറ്റുമുള്ള മായയും ആഡംബരവും അവരെ ആകർഷിക്കില്ല. ആത്മീയ ജീവിതമാണ് അവരുടെ ലക്ഷ്യം. ഇപ്പം സന്യാസിമാരെ നമ്മൾ നോക്കിയാൽ കാണാം. സദ്ഗുരു ഉൻകെ ലിയെ സ്വാതി ബൂത്ത് കെ തരഹ് ഹോത്തെ ഹെ. സദ്ഗുരു അവരുടെ ജീവിതത്തിൽ സ്വാതി പഴത്തുള്ളി പോലെയാണ്. ഗുരുവിൻ്റെ ഉപദേശം മാത്രമാണ് അവർക്ക് സത്യജ്ഞാനം നൽകുന്നത്. ഉൻകെ പ്യാസ് കേവൽ സദ്ഗുരു സേ ഹി ബൂജ് സക്തി ഹെ. അവരുടെ ആത്മീയ ദാഹം ഗുരുവിലൂടെ മാത്രമേ മാറൂ. യഥാർത്ഥ സമാധാനം ഗുരുവിൽ നിന്നാണ് ലഭിക്കുന്നത്. വേ ഉൻഹി സേ സദൃഷ്ട ഹോ സക്തേ ഹെ. അവർക്ക് സംതൃപ്തി നൽകുന്നത് ഗുരുവാണ്. സദ്ഗുരുവാണ് ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അപ്പം നമുക്ക് രണ്ടാമത്തെ ദോഹ നോക്കാം. ഗുരു ഔർ ശിഷ്യ. കബീർദാസ് കഹത്തെ ഹെ ഗുരു കുംഹാർ ഹെ ഔർ ശിഷ്യ ഗഡേ ഹെ. കബീർദാസ് പറയുന്നു, ഗുരു കുശവനും ശിഷ്യൻ മൺചട്ടിയുമാണ്. ഗുരുവാണ് ശിഷ്യൻ്റെ ജീവിതം രൂപപ്പെടുത്തുന്നത്. ജൈസെ കുംഹാർ ഭിത്തർ സെ ഹാത്ത് കാ സഹാര ദേക്കർ ബാഹർ സെ ചോഡ് മാർക്കർ ഗഡേ കോ സഹി ആക്കർ ദേത്താ ഹെ. കുശവൻ അകത്ത് കൈകൊണ്ട് താങ്ങി പുറത്തുനിന്ന് അടിച്ച് ചട്ടിയെ ശരിയായ രൂപത്തിലാക്കുന്നു. സ്നേഹവും ശാസനയും ചേർന്നാണ് വളർച്ച. ഇസ് തരഹ് ഗുരു ബി ശിക്ഷ കി ബുരായിയോം പർ പ്രഹർ കർ ശിക്ഷ കെ ജീവൻ കോ സഹി രൂപ ദേത്താ ഹെ. അതുപോലെ ഗുരു ശിഷ്യൻ്റെ ദോഷങ്ങൾ തിരുത്തി നല്ല മനുഷ്യനാക്കുന്നു. ഗുരുവിൻ്റെ ശാസനം ജീവിതത്തെ മെച്ചപ്പെടുത്താനാണ്. കബീർ ദേക്ക ഏക് അംഗ് മഹിമ കഹിന ജായി തേജ് പൂഞ്ച പരസ് ഗാണോ നെയ്നു രഹ സമായി. കബീർ ദാസ് കഹത്താ ഹെ കി മേം പ്രഭു കാ ദർശൻ അഗ്നിഷ്ഠ ഹോക്കർ കിയ. കബീർദാസ് പറയുന്നത്, ഞാൻ ഏകാഗ്രതയോടെ ദൈവദർശനം നേടി. ദൈവത്തെ നേടാൻ ഏകാഗ്രമായ ഭക്തി വേണം. ഉൻകി മഹിമ അനിവർജനീയ ഹെ. ദൈവത്തിൻ്റെ മഹത്വം വാക്കുകളിൽ വിവരിക്കാനാകുകയില്ല. ദൈവം അത്ര മഹാനാണ്. വഹ് തേജ് പൂഞ്ച ഹെ പാരസ് ഹെ ഗനി ഹെ. അവൻ പ്രകാശത്തിൻ്റെ ഉറവിടവും അമൂല്യവുമായ ശക്തിയുമാണ്. ദൈവം ആത്മീയ പ്രകാശത്തിൻ്റെ പ്രതീകമാണ്. വഹ് നേത്രോം സെ സമാഹിത് ഹോ രഹാ ഹെ. അവൻ്റെ സാന്നിധ്യം കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഭക്തൻ എല്ലായിടത്തും ദൈവത്തെ കാണുന്നു. ജാഗെ മുഹമാദ നഹീം നഹീം രൂപ് കുരൂപ് कुरूप पहुब पास्ते पतरा ऐसे तत्वानूप. ईश्वर की निराकार रूप. कबीर दास ईश्वर के निराकार रूप का मांगने करते हुए कहता है कि ബ്രഹ്മ യാ ഈശ്വർ നിരാകർ അവർ നിർഗുൺ ഹേ. കബീർദാസ് പറയുന്നു, ദൈവത്തിന് രൂപമില്ല. ഗുണങ്ങളാലും അവനെ നിർവചിക്കാനാവില്ല. ദൈവം ഒരു പ്രത്യേക രൂപത്തിൽ ഒതുങ്ങുന്നില്ല. ഉൻകെ നാ തോ കോയി മുഹ് ഹെ ഔർ നാ ഹി ഉൻകാ കോയി രൂപ്. ദൈവത്തിന് മുഖമോ ശരീരരൂപമോ ഇല്ല. ദൈവം അദൃശ്യ ശക്തിയാണ്. വഹ് നാ തോ സുന്ദർ ഹേ നാ കി കുരൂപ്. അവൻ സുന്ദരനോ വിരൂപനോ അല്ല. മനുഷ്യരുടെ മാനദണ്ഡങ്ങൾ ദൈവത്തിന് ബാധകമല്ല. ഉസെ ചുവാ ബി നഹീം ഹോ സക്ത ലേക്കിൻ മഹസൂസ് കിയാ ജാ സക്താ ഹെ. ദൈവത്തെ സ്പർശിക്കാനാവില്ല, പക്ഷെ അനുഭവിക്കാം. ദൈവം ആത്മീയമായ അനുഭവമാണ്. ഫൂൽ മേം ജോ സുഗന്ധ് ഹെ ഔർ വഹ് സ്വാർത്ഥ വ്യാപ്ത് ഹെ. പൂവിലെ സുഗന്ധം പോലെ ദൈവവും എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. ദൈവ സാന്നിധ്യം
സർവ്വവ്യാപിയാണ്. ഇസ് സുഗന്ധ കോ മഹസൂസ് കർ സക്തേ ഹെ. സുഗന്ധം അനുഭവിക്കാനാകുന്നത് പോലെ ദൈവത്തെയും അനുഭവിക്കാം. ദൈവം മനസ്സിലൂടെ അനുഭവിക്കപ്പെടുന്നു. ഇസി തരഹേ ഈശ്വർ. ദൈവം ഇതുപോലെയാണ്. ദൈവം അദൃശ്യമായ സത്യമാണ്. ജോ സ്വാർത്ഥ വ്യാപ്ത ഹെ അനുഭവ് തത്വ ഹെ. അവൻ എല്ലായിടത്തുമുള്ള അതുല്യ ശക്തിയാണ്. ദൈവം സർവശക്തനും സർവ്വവ്യാപിയുമാണ്. ബിരഹ ബുര ജീനി കഹേ ബിരഹ ഹേ സുൽത്താൻ ജിഹി ഗടി വിരഹന സംചേരെ സോ ഗഡ് ജമാ സമാൻ. വിരഹി മഹിമ. കബീർദാസ് ജി ने इस दोहे में विरह की महिमा का वर्णन किया है. ഈ ദോഹയിലെ കബീർദാസ് വിരഹത്തിൻ്റെ മഹത്വമാണ് പറയുന്നത്. ദൈവത്തെ കാണാനുള്ള ആഗ്രഹമാണ് വിരഹം. വേ കഹ്താ ഹേ കി വിരഹ കോ പൂരാ മത് കഹോ. വിരഹത്തെ മോശമാണെന്ന് പറയരുത്, അത് ആത്മീയ ബന്ധം നൽകുന്നു, ആത്മീയ ബോധം. ക്യോംകി യഹ് തോ ആത്മാ കോ പ്രഭു സെ മിലാനെ കാ സുൽത്താൻ ഹേ. ആത്മാവിനെ ദൈവവുമായി കൂട്ടിച്ചേർക്കുന്ന രാജാവാണ് വിരഹം. ദൈവസ്നേഹം മനുഷ്യനെ ഉയർത്തുന്നു. ജിസ് ഹൃദയ മേ വിരഹ കി അനുഭൂതി നഹീ ഹോത്തി വഹ് ഹൃദയ നിർജീവ് ഔർ ശംശാൻ കെ സമാൻ ഹേ. വിരഹമില്ലാത്ത ഹൃദയം ശ്മശാനത്തെ പോലെ ജീവൻ കെട്ടതാണ്. ദൈവസ്നേഹമില്ലാത്ത ജീവിതം ശൂന്യമാണ്. യഹാ വിരഹ സേ താത്പര്യ ഹേ ഈശ്വർ കെ ലിയെ ഉത്കണ്ഠ പ്രേം ഔർ ഉൻകെ മിലൻ കി തീവ്ര ചാഹേ. ഇവിടെ വിരഹം എന്ന ദൈവത്തോടുള്ള അതിയായ സ്നേഹവും അവനെ നേടാനുള്ള ആഗ്രഹവുമാണ്. ഭക്തിയുടെ ആഴം ഇവിടെ വ്യക്തമാക്കുന്നു. യഹ് മനുഷ്യ കോ ആധ്യാത്മിക രൂപ സേ ജഗരൂപ് ബനാത്തെ ഹേ. ഇത് മനുഷ്യനെ ആത്മീയമായി ഉണർത്തുന്നു. ഭക്തി മനുഷ്യനെ നല്ല വഴിയിലേക്ക് നയിക്കുന്നു. ഔർ ഉസ്സെ സാംസാരിക ബന്ധനോ സേ മുക്ത് കർണേ മേം സഹായക ഹോത്താ ഹേ. ലോകബന്ധങ്ങളിൽ നിന്ന് മോചനം നേടാൻ സഹായിക്കുന്നു. ആത്മീയത മനുഷ്യനെ സമാധാനത്തിലേക്ക് നയിക്കുന്നു. കബീർദാസ് തൻ്റെ ദോഹകളിലൂടെ ഗുരുവിൻ്റെ മഹത്വവും ദൈവസ്നേഹവും ആത്മീയതയും വളരെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സന്ദേശം മനുഷ്യനെ സത്യത്തിൻ്റെയും ആത്മീയതയുടെയും വഴിയിലേക്ക് നയിക്കുന്നതാണ്.